ഓ, ഈ കാത്തിരിപ്പ് വെറുതെ ആവുന്ന എനിക്ക് തോന്നുന്നേ. ആ, ഞാനങ്ങോട്ട് വരട്ടെ. എത്രയും പെട്ടെന്ന് ഈ കാലിത്തൊഴുത്തിൽ നിന്ന് ഇറങ്ങി കിട്ടിയാ മതി എനിക്ക്. ശരി പാപ്പിച്ച. ഞാൻ പാപ്പിച്ചാനോട് പറയുമായിരുന്നു, അലന്റെ വീടും പരിസരവും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന്. ആടും പശുവും കോഴിയും താറാവും, ഹോ എന്ത് രസാ. റിയലി അമേസിംഗ്. ഗായത്രി, മോൾ എന്ത് നോക്കി നിൽക്കുക? ഇത് കണ്ടോ, മോൾക്ക് വേണ്ടി വിനയേട്ടൻ എന്തൊക്കെയാ വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നതെന്ന്. ആപ്പിള്, ഓറഞ്ച്, പഴം, പിന്നെ പലഹാരങ്ങള് എല്ലാം ഉണ്ട്. ഈ സമയത്ത് ഇതുപോലുള്ളതൊക്കെ കഴിക്കാൻ കൊതി തോന്നില്ലേ? അതുകൊണ്ടാ മോക്ക് വേണ്ടി ഇതൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. ഒക്കെ മോക്കുള്ളതാ. വാ, വിനയേട്ടൻ എടുത്തു തരാം. ഇവിടെ ഇരിക്കേ. ദാ കഴിച്ചോ. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നോ മോൾക്ക്? അന്ന് നിന്റെ തന്തയും തള്ളി ഒരു വാക്ക് സമ്മതിച്ചായിരുന്നെങ്കിൽ ഇന്നെന്റെ പെണ്ണായി ഈ വീട്ടിൽ കഴിയേണ്ടവളായിരുന്നു നീ. പോട്ടെ, സാരമില്ല. അല്പം ലേറ്റായെങ്കിലും നിന്നെ എനിക്കെങ്ങനെയെങ്കിലും കിട്ടിയില്ലേ? നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ അങ്ങ് കൂടാം. എന്താ ചേച്ചി?
ഇതും കഴിക്ക്. മൊത്തം കഴിക്കണം. വിനേട്ടൻ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ മോളെ. അവക്കത് ഇഷ്ടപ്പെട്ടാന്ന് തോന്നുന്നു. ഞാൻ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. നീ ഇവളെയും കൊണ്ട് ഇവിടെ ഒരുപാടധികം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ, അമ്മയുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. പിന്നെ അന്ന് ഇവളെ എനിക്ക് വേണ്ടി ചോദിച്ചു തന്നപ്പോ നിന്റെ അച്ഛൻ നോ പറഞ്ഞതിന്റെ ദേഷ്യവും വാശിയും തീർന്നിട്ടുമില്ല അമ്മയ്ക്ക്. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ടേ കേട്ടോ. ആ, ഇതുപോലെ എന്റെ സഹായം എപ്പോഴും ഉണ്ടാവും. ഒന്നും അമ്മയും രാജി അറിയാതിരുന്നാൽ മാത്രം മതി. ആ പിന്നെ മോളിത് വെച്ചോ. വേണ്ട. ആ ഇരിക്കട്ടെന്നേ. ആഹാരവും കിടക്കാൻ്റെ ഇടവും അല്ലാതെ വേറെയുണ്ടല്ലോ ആവശ്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനോ മറ്റോ ഉണ്ടാവില്ലേ? അതിനായത്. ആവശ്യമുണ്ടെങ്കിൽ മോക്ക് എപ്പോ വേണമെങ്കിലും വിനേട്ടനോട് ചോദിക്കാട്ടോ. സ്വന്തം ഏട്ടനെ പോലെ കണ്ടാ മതി. വിനേട്ടനൊന്ന് നിന്നേ. എന്താ മോളെ? ദാ ഈ കാശ് എനിക്ക് വേണ്ട. ഹാ, കുഴപ്പമില്ലെന്നേ. മോള് വെച്ചോ. വിനയേട്ട സന്തോഷത്തോടെ തന്നല്ലേ. ആയിരിക്കാം. എന്നാലും വിനേട്ടൻ ഇത് തിരിച്ചു വാങ്ങണം. ഞങ്ങളോട് ഈ കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ ഇത് വേണ്ട വിനേട്ട. ഇപ്പൊ തന്നെ ഒരുപാട് ചീത്തപ്പേര് ഞങ്ങൾക്കുണ്ട്. അതിന്റെ കൂടെ എന്തിനാ ഇങ്ങനെ? അതുകൊണ്ട് ആന്റിയും അങ്കിളും അറിയാതെ വിനേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യരുത്. ഈ മുറിയിൽ വരെയും ചെയ്യരുത് പ്ലീസ്. ഇങ്ങനെ പറയുന്നുണ്ട് വിനേട്ടൻ വേറൊന്നും വിചാരിക്കരുത്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ വരുന്നില്ല. പോരെ, ഇറ്റ്സ് ഓക്കെ. നീ ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. ഈ ചായ നിങ്ങൾ കഴിക്കുക. അപ്പച്ചൻ എവിടെ? ഞാനിവിടെ ഉണ്ടേ. നിങ്ങൾ അവിടെ എന്നാ ചെയ്യായിരുന്നു? പിള്ളേരിരുന്നിട്ട് നേരെ എത്രയായി? ഞാൻ നമ്മുടെ കറമ്പി പശുവിന്റെ കുട്ടിയെ ഒന്ന് കുളിപ്പിച്ച് മാറ്റി കെട്ടിയതാടി. അതിനെ ഞാൻ രാവിലെ കുളിപ്പിച്ചതാണല്ലോ അപ്പച്ച. അത് ആ തള്ള പശുവിന്റെ ചാണകത്തിൽ കിടന്ന് ഉരുണ്ട് പേരുടെ ഏതാണ്ട് മെനകേടായിരുന്നതാടി. ആ വൈകുന്നേരം മൃഗാശുപത്രിയിൽ ഒന്ന് പോണം. തള്ള പശു ആണെങ്കിൽ ചാണ്ടലോട് ചാണ്ടല. അയ്യോ, എന്നെ പറ്റി മോളെ? ഏയ് ഒന്നുമില്ല, എനിക്ക് മതി. അല്ല, നീ ഒന്നും കഴിച്ചില്ലല്ലോ. മതിന്ന് പറഞ്ഞല്ലോ. എലൻ, വേഗം കഴിച്ചിട്ട് വാ, നമുക്ക് വീട്ടിൽ പോവാം. ഇവളെന്നതാ മാനത്തുനിന്നങ്ങനെ പൊട്ടി വീണതാണോ? പശുവെന്നും ചാണകമെന്നൊക്കെ കേൾക്കുമ്പോ മനം മറിക്കാൻ. ഇത് നമ്മളെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി തന്നെയാ. എന്റെ നോവങ്ങ് ചുറിഞ്ഞു വന്നതാ. വിട്ടുകളറാഹേലേ, പുണ്ണിക്കുത്തി വ്രണമാക്കാൻ നോക്കണ്ട. തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ. ഞാനും അത് ഓർത്തില്ല. അല്ല, നീ മതിയാക്കിയോ? ആ മതിയാ മച്ചി. എന്റെ ഭാര്യ പറഞ്ഞത് കേട്ടില്ലേ? അപ്പോ ഭർത്താവ് ഉദ്യോഗസ്ഥനായ ഞാനത് അനുസരിച്ചല്ലേ പറ്റൂ. എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ അപ്പച്ച. ഇനി പുറത്ത് കാത്തു നിർത്തിയെന്നും പറഞ്ഞ് ഭാര്യയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കണ്ടല്ലോ. പോട്ടടി മോളെ. വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ റാഹേലേ. എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. കൃഷിയും പറമ്പിൽ പണിയും ഒക്കെ എന്റെ വീട്ടിലും ഉണ്ട്. പക്ഷേ അതൊന്നും വരുന്നവർക്കും പോകുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ മാനേജ് ചെയ്യുന്നുണ്ട്.
ഇവിടെ അങ്ങനെയാണോ? ഹോ, എവിടെ ചെന്ന് നിന്നാലും കോഴിയുടെയും താറാവിന്റെ ഒക്കെ വൃത്തികെട്ട സ്മെല്ല. എല്ലാം പോട്ടെ, കഴിക്കാൻ വന്നിരുന്നാലെങ്കിലും അല്പം വൃത്തിയും മെനയും ആയിക്കൂടെ? ഉണ്ണാനിരിക്കുമ്പോഴും തൊഴുത്തിന്റെയും ചാണകത്തിന്റെയും കാര്യോ? ടേബിൾ മാനേഴ്സ് എന്താണെന്ന് കൂടി അറിയില്ല. ഞാനിതൊന്നും ശീലിച്ചിട്ടില്ല. ജയിലില് പിന്നെ വൃത്തിയും വെടുപ്പും ടേബിൾ മാനേഴ്സ് ഒക്കെ ആയിരുന്നിരിക്കുമല്ലോ. നിങ്ങളുടെ വീടിനേക്കാളും വൃത്തിയുള്ളത് തന്നെയാ ജയിലിൽ കിട്ടിയത്. അവിടെ ഇങ്ങനെ കഴിക്കാനിരിക്കുമ്പോ ആരും മനം മറിക്കുന്ന രീതിയിൽ പെരുമാറില്ല. ഇതൊരുമാതിരി കൾച്ചർ ഇല്ലാത്ത സംസാരവും പ്രവൃത്തിയും. നിർത്തടി. കുറെ ആയി ഞാൻ സഹിക്കുന്നു. ഞാനും എന്റെ വീട്ടുകാരും കൾച്ചർ ഇല്ലാത്തവർ തന്നെയാ. പിന്നെ എന്തിനാ വലിഞ്ഞു കയറി പൂക്കാടന്മാരെ ഇങ്ങോട്ട് ബന്ധം കൂടാനായിട്ട് വന്നത്? ജയിലിൽ കിടന്ന മോൾക്ക് ഇതിലും നല്ല കൾച്ചറുള്ള ചെക്കനെ വീട്ടുകാർ അവിടുന്ന് തന്നെ തപ്പിയെടുത്താ പോരായിരുന്നോ? ബാക്കിയുള്ളവരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോയനെ. അവളുടെ ഒരു കൾച്ചർ. എവിടുന്നാടി നിനക്കത്? എന്താടി കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്? നിനക്കിത് ആര് കൊണ്ട് തന്നെന്നാ ചോദിച്ചത്? പറയടി, ഇതാര് കൊണ്ട് തന്നതാ? കഴിച്ചോ? ആഹാ, എങ്കിലിതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞാൻ ഇവിടെ ഇല്ലാത്ത നേരത്ത് ഏതവനെ വന്ന് ക്ഷേമം അന്വേഷിക്കുന്നതെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. കാണിച്ചു തരാം. എന്താ ആന്റി, എന്തെങ്കിലും വേണോ? ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പം നിങ്ങളെ കാണാൻ ആരാ വന്നത്? ഞങ്ങളെ കാണാനോ? ആരും വന്നില്ല. ദേ, മുഖത്ത് നോക്കി കള്ളം പറഞ്ഞോണ്ടല്ലോ. ആരാ വന്നതെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ. ഞാനെന്തിനാ ആന്റിയോട് കള്ളം പറയുന്നത്? സത്യമായിട്ട് ഇവിടെ ആരും വന്നില്ല. ആരും വരാതെ പിന്നെ നിന്റെ മുറിയിലിരിക്കുന്ന ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒക്കെ എങ്ങനെയാ അവിടെ വന്നത്? എന്താടി, അതൊക്കെ ആകാശത്തുനിന്ന് പൊട്ടി വീണതാണോ? അല്ല ആന്റി, അത് പിന്നെ എന്താടി ഒരു പരിങ്ങല്? എന്റെ കണ്ണി പൊടിയിടാനുള്ള കള്ളം ആലോചിച്ചെടുക്കുവാണോ? എന്താമേ, എന്താ പ്രശ്നം? ഇന്നലെ നമ്മൾ ഇവിടെ ഇല്ലാത്തപ്പം ഇവളെയും ചേച്ചിയെയും കാണാൻ ആരോ ഇവിടെ വന്നിട്ടുണ്ട്. അതാരാന്ന് ചോദിച്ചപ്പം ദേ ഇവളെ നിന്ന് പരിങ്ങുന്ന കണ്ടില്ലേ? സത്യമാണോടി? സത്യമായിട്ട് ഇവിടെ ആരും വന്നില്ല ചേച്ചി. പിന്നെ നിന്റെ മുറിയിലിരിക്കുന്ന പഴവും പലഹാരവും ഒക്കെ നൂല് വഴി ആരെങ്കിലും കെട്ടിയിറക്കി തന്നാണോ? ആരാടി വന്നത് പറയാൻ? ആരും വന്നില്ല ആന്റി. അതൊക്കെ ചേച്ചിക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. നീ വാങ്ങിയതോ? ഒരു കാലിച്ചായക്ക് പോലും ഗതിയില്ലാതെയാണല്ലോ രണ്ടിനെയും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. പിന്നെ ചേച്ചിക്ക് വ്യാക്കപ്പലഹാരം മേടിക്കാൻ നിന്റെ കൈ കാശ് എവിടുന്നാ? അത് ഞാൻ അങ്കിളിന്റെ കയ്യിന്ന്. പിന്നെ അങ്കിളിന്റെ കയ്യിന്ന്? ആർക്കറിയാതൊക്കെ സത്യമാണോന്ന്? ഈശ്വര, ഇനി ഇവളുമാര് കാരണം പണ്ടോ പണോ ഒക്കെ പൂട്ടിക്കെട്ടി വെക്കേണ്ട ഗതികേടായല്ലോ. ദേ, നിന്നോടും കൂടെയാ പറഞ്ഞത്. ഉള്ളതൊക്കെ എവിടെങ്കിലും പൂട്ടി സൂക്ഷിച്ചിട്ട് വേണം എങ്ങോട്ടെങ്കിലും സർക്കിട്ടിന് പോവാൻ. പിന്നെ അരമണിക്ക് എങ്ങനെയൊന്നും കണ്ടില്ലാന്നും പറഞ്ഞു ഇവിടെ കരഞ്ഞു വിരിഞ്ഞ് നടന്നേക്കരുത്. പറഞ്ഞേക്കാം, മാറങ്ങോട്ട്.
അവനവനോട് നയത്തിലൊന്ന് വിളിച്ച് സംസാരിച്ചാലോ ചാച്ചാ? നമ്മളൊന്നും അറിയുന്നില്ല കേൾക്കുന്നില്ല എന്നുള്ള അവന്റെ ധാരണ അങ്ങ് മാറി കിട്ടിയേനെ. അതിപ്പോ വേണോടാ പോയി. അല്ലെങ്കിൽ തന്നെ അവനോട് നീ എന്നതാന്ന് വെച്ചാ ചോദിക്കുന്നേ? ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിന് അപ്പനും അളിയനൊക്കെ ഒരു പരിധിയില്ലടാ. വരട്ടെ, നമുക്ക് കുറച്ചുകൂടി കാക്കാം. അവന്റെ പോക്ക് എങ്ങോട്ടായി എന്നാത്തിനാന്നൊക്കെ ഒന്ന് അറിയട്ടെ. നിങ്ങൾ അപ്പനും മോനും ഇങ്ങനെ ബാധ കയറിയതുപോലെ നിന്നിട്ട് കാര്യം എന്താ? ഇതൊക്കെ അന്നേ ആലോചിക്കണമായിരുന്നു. ഞാൻ എന്നതേലും പറയുമ്പോ എന്നോട് ചാടിത്തുള്ളാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. മോളുടെ മനസ്സിൽ പിടിച്ചുപോയെന്നും പറഞ്ഞ് നിങ്ങൾ പൊന്നും വില കൊടുത്ത് വാങ്ങിക്കൊടുത്തതല്ലേ? അങ്ങനെ വാങ്ങിക്കൊടുക്കാൻ ഇത് കളിപ്പാട്ടവും കാറും ഒന്നും അല്ലല്ലോ. കെട്ടാൻ പോകുന്നവന്റെ മനസ്സറിയാനുള്ള മാന്യത കൂടി കാണിക്കണമായിരുന്നു. അത് അവളും ചെയ്തില്ല, നിങ്ങളും ചെയ്തില്ല. അതിന്റെയാ ഇപ്പൊ ഇങ്ങനെ എരിപിരി കയറി നടക്കേണ്ടി വരുന്നത്. അന്നാമോ, നിനക്ക് സുവിശേഷത്തിന് സമയം തരാം. ഇപ്പോഴല്ല, പിന്നെ. ഇപ്പൊ തൽക്കാലം വണ്ടി അടുക്കളയിലോട്ട് വിട്ടാട്ടെ. ചെല്ല്. ഞാൻ എന്നതേലും പറയുമ്പോ എന്നെ ഇങ്ങനെ ആട്ടി പായിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ നടക്കുന്നതൊക്കെ ഞാൻ കണ്ടും കേട്ടും ഇരിക്കുക. 4 പേരുടെ മുന്നിൽ മോളെ കെട്ടിച്ചെന്ന് പറയാൻ ഒരുത്തനെ മതിയോ നിങ്ങൾക്ക്? നേരം വെളുത്തപ്പോ ഇറങ്ങിപ്പോയതാ. ഇനി രാത്രിയിൽ നോക്കിയാ മതി. ഇതിങ്ങനെ പോയാ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് വല്ല വിചാരമുണ്ടോ? അക്കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഈ തരുതപ്പിൽ ഞാൻ കാണാഞ്ഞിട്ടൊന്നുമല്ല, നിർത്താൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടുമല്ല. തുടക്കത്തിലെ കല്ലേ കടിച്ചതുപോലെ ആവണ്ടല്ലോ എന്ന് കരുതിട്ടാ. അങ്ങനെ ആകണ്ടെങ്കിൽ ആദ്യം ഉപദേശിക്കേണ്ടത് അവനെയല്ല, നിങ്ങളുടെ മോളെയാ. അവക്ക് എന്നതാ മിച്ചി കുഴപ്പം? അവന്റെ കൂട്ടം അവൾ ആരുടെയും കൂടെ ഒളിച്ചോടാൻ നോക്കിയതൊന്നുമില്ലല്ലോ. കണ്ണന്തിരിവ് കാണിച്ചത് മുഴുവൻ അവനാ. കാണിച്ചത് കന്നന്തിരിവാണെന്ന് നമുക്കേ തോന്നൂ. സ്നേഹിച്ച പെണ്ണിന്റെ അടുത്ത് നെറികേട് കാണിച്ചതിന്റെ സങ്കടം അവന്. ആ പെണ്ണ് ഇപ്പോഴും അവന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് തന്നെയാ കാര്യം. ആഹാ, അത് വലിയ കണ്ടുപിടുത്തമായി പോയല്ലോടിയേ. അവന്റെ മനസ്സിൽ അവളാണെന്ന് നിന്നോടാര് പറഞ്ഞു? അവൻ പറഞ്ഞോ? അതോ അവന്റെ തന്തയും തള്ളയും ഫോൺ ചെയ്ത് പറഞ്ഞോ? അതോ കുർബാന കൈക്കൊണ്ടപ്പോ കർത്താവ് തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് നിനക്ക് വെളിപാട് തന്നോ? എങ്ങനെയാന്ന് അന്നപ്പെണ്ണ എന്നോടൊന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേക്കട്ടെ. നിങ്ങൾ പരിഹസിക്കണ്ട, കാര്യം അത് തന്നെയാ. അവന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നമ്മുടെ പെങ്കൊച്ച് ശ്രമിക്കുന്നില്ല എന്നുള്ളത് തെറ്റ് തന്നെയാ. അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവൾ ഈ കല്യാണത്തിന് വാശി പിടിച്ചതെന്ന് അവനും കൂടി ബോധ്യമാകണം. അതിന് അവനോടും അവന്റെ വീട്ടുകാരോടും ഒക്കെ സ്നേഹത്തിലും മയത്തിലും പെരുമാറണം. എന്നാലേ അവനും അവളോടും നമ്മളോടും ഒക്കെ ഒരു ബന്ധം അടുപ്പമൊക്കെ തോന്നും. അല്ലാതെ വലിയ കാശുകാരി പെണ്ണിന്റെ തണ്ടും പരിഷ്കാരവും ഒക്കെ കാണിച്ച് അവനെയും അവന്റെ വീട്ടുകാരെയും അധിക്ഷേപിക്കാൻ നടന്നാലേ കഴിഞ്ഞതൊക്കെ അവന്റെ മനസ്സിൽ കല്ലിച്ച് തന്നെ കിടക്കേ ഉള്ളൂ. അതങ്ങനെ കിടക്കുന്നിടത്തോളം നിങ്ങൾ അപ്പനും മോനും എന്നാക്ക അടവ് പയറ്റിയാലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവും കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരും അവളുടെ മനസ്സ് മാറ്റാൻ നോക്ക്. ഇനി ഞാനായിട്ട് എന്നതേലും പറഞ്ഞ നിങ്ങളുടെ കൂട്ട് അവൾക്കും അത് നേരം പോക്കായിട്ടേ തോന്നൂ. അല്ല, ഞാൻ വെറും അടുക്കളക്കാരിയാണല്ലോ അല്ലേലും. ഞാനൊന്നും പറയുന്നില്ലേ. അമ്മച്ചി പറഞ്ഞതിലും കാര്യമുണ്ട് ചാച്ചാ. അവള് കുറച്ചുകൂടി ഒന്ന് മനസ്സ് വയ്ക്കണം. എന്നെ ബോധിപ്പിക്കാനാണ് ഈ വായനയെങ്കിൽ വേണമെന്നില്ല. നല്ല മണമൊക്കെ ഉണ്ട്. ഇനി ഇതവളുടെ മൂക്കിന്റെ പാലത്തിൽ ഇടിച്ചു കയറി അങ്ങ് ചെന്നാ മതിയായിരുന്നു. അമ്മ എന്താ അവിടെ തനിച്ച് നിന്ന് സംസാരിക്കുന്നേ? ആഹാ, ഇന്നും ചക്കേ പോണോ? അതെയല്ലോ, പക്ഷേ ഇത് നിങ്ങൾക്ക് തിന്നാനുള്ളതല്ല. ഇത് എന്റെ പാവം ഗർഭിണി പെണ്ണിനുള്ളതാ. ചക്കയപ്പെന്ന് പറഞ്ഞ അവക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അമ്മയ്ക്ക് ഇതെന്തൂറ്റി? പറ്റിയതല്ലടി, പറ്റാൻ പോകുന്നത് നമ്മുടെ വ്യാക്കക്കാരിക്ക. അവളുടെ വയറ്റിൽ കിടക്കുന്നതിന്
ഇതോടൊരു തീരുമാനമാകും. ആച്ചിയമ്മ വരുമ്പോഴല്ലേ അവക്കും അവളുടെ അനിയത്തിക്കും ബാധ കയറുന്നത്. ഒരു ഈച്ച പോലും അറിയാതെ അതില്ലാതാകുന്നത് നീ കണ്ടോ ഒച്ചേ? അതിനുള്ളതൊക്കെ ദാ ഇതിനകത്തുണ്ട്. അമ്മ ഇത് കുഴപ്പമാവോ? എന്തു കുഴപ്പം? പീരി ഇളകി നടക്കുന്ന അവളെന്തെങ്കിലും ഒപ്പിക്കുന്നതിന് നമുക്കുത്തരം പറയാൻ പറ്റുമോ? നീ ഇത് അവള് കാണത്തക്ക രീതി കൊണ്ടുവന്ന് വെച്ചേ. 1-2 ചെന്നാൽ സംഗതി കേൾക്കും. ഞാൻ പോയി നിന്റെ അച്ഛൻ എവിടാന്ന് നോക്കട്ടെ. അങ്ങേര് ഇങ്ങോട്ട് വന്നാലേ ഒന്നും ശരിയാവില്ല. സുരേന്ദ്ര സാറേ, സുരേന്ദ്ര സാറേ. ആഹാ, അബ്ദു, എന്താ അബ്ദു പതിവില്ലാതെ? നിങ്ങളെ ആരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് ഇന്നലെയും കൂടി ഞാൻ ഓർത്തതേ ഉള്ളൂ. ഇടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്നും മക്കളെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു സാറേ. പക്ഷേ അതുങ്ങളെ നേരിടാനുള്ള മനസ്സുറപ്പില്ലാഞ്ഞുകൊണ്ട് മനഃപൂർവ്വം വരാതിരുന്നതാ. എന്തു പറഞ്ഞാ അവരെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയാഞ്ഞിട്ടാ. അപ്പോ ദേ പടച്ചോനായിട്ടൊരു കാരണം തന്ന് തല്ലി ഓടിച്ചു വിട്ടിരിക്കുക ഇപ്പോ. എന്താ എന്താ അബ്ദു കാര്യം? ഒക്കെ പടച്ചതമ്പുരാന്റെ ഓരോ തമാശകളാ സാറേ. അല്ലാതെ ഞാനിപ്പോ എന്തു പറയാനാ? ഒരു കൈ കൊണ്ട് തല്ലുമ്പോ മറു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് തലോടുകയും ചെയ്യും. ഇതിന്റെയൊക്കെ ഇടയിൽ കിടന്ന് കരയണോ ചിരിക്കണോ എന്ന തത്രപ്പാടിലാണ് നമ്മുടെ മനുഷ്യന്മാരുടെയൊക്കെ കാര്യം. അല്ലാതിപ്പം ഞാൻ എന്തു പറയാനാ സാറേ? അല്ല, എന്താ കാര്യമെന്ന് പറയാബ്ദു? എന്തെങ്കിലും വിശേഷിച്ച്? ഉണ്ട് സാറേ, വിശേഷം തന്നെയാ. എന്റെ മേനോ സാറിന്റെ മക്കളെ പടച്ചോ നെറുകൈ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുക. ഒക്കെ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമാ സാറേ. എന്റെ സാറേ, ഇപ്പോഴത്തെ സ്പെഷ്യൽ ബമ്പർ അടിച്ചിരിക്കുന്നത് നമ്മുടെ മേനോ സാറിന് ഞാൻ കൊടുത്ത ടിക്കറ്റിനാ. 1 കോടി റുപ്യയുടെ സമ്മാനം.